കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് സൗമൻസൺ ആണ്. 2026 ജനുവരി 10 തീയതിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ജസ്റ്റിസ് സൗമൻസൺ ആണ്. അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിൻ നിതിൻ മധുകർ ജാംദാറിന്റെ വിരമിക്കലിനെ തുടർന്നിട്ടാണ് ഇദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസ് സൗമൻസൺ എന്നത് കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് സൗമൻസൺ. അദ്ദേഹം മേഘാലയ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇതിനു മുമ്പ് മേഘാലയ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് സൗമൻസൺ. അപ്പൊ ആരുടെ വിരമിക്കലിനെ തുടർന്നിട്ടാണ്? നിതിൻ മധുകർ ജാംദാറിന്റെ വിരമിക്കലിനെ തുടർന്നിട്ടാണ് സൗമൻസൺ 2026 ജനുവരി 10 അധികാരം ഏറ്റത്. ഇനി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. കേരള ഹൈക്കോടതി സ്ഥാപിച്ച വർഷം 1956 നവംബർ മാസം 1 തീയതിയാണ് കേരള ഹൈക്കോടതി സ്ഥാപിച്ചത്. 1956 നവംബർ 1. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം ആണ്. കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ആണ് ലക്ഷദ്വീപ്. കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. എത്ര ജില്ലകൾ കേരള ഹൈക്കോടതിയുടെ അണ്ടറിലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 ജില്ലകളാണ് കേരള ഹൈക്കോടതിയുടെ കീഴിലുള്ള ജില്ലകൾ. ആദ്യത്തെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് KT കോശി ആണ്. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശി. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിതയാണ് സുജാത മനോഹർ. ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹർ. ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KK ഉഷ. KK ഉഷയാണ് ആദ്യ ചീഫ് ജസ്റ്റിസ് ആയ കേരള ഹൈക്കോടതിയിലെ ആദ്യ മലയാളി വനിത. ആദ്യ വനിതാ ജഡ്ജി കേരള ഹൈക്കോടതിയിലേത് അന്ന ചാണ്ടിയാണ് വനിതാ ജഡ്ജി. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിതയും അന്ന ചാണ്ടി തന്നെ ആണ്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ചോദിച്ചാലും കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അന്ന ചാണ്ടി ആണ്. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ ആണ് സോഫി തോമസ്. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ ആണ് സോഫി തോമസ്. ഇനി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആയിരുന്നു ഓമന കുഞ്ഞമ്മ. ഓമന കുഞ്ഞമ്മയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ്. കേരള ഹൈക്കോടതിയിൽ നിന്നും രാജിവെച്ച ആദ്യത്തെ ജഡ്ജാണ് വി ഗിരി. കേരള ഹൈക്കോടതിയിൽ നിന്നും രാജിവെച്ച ആദ്യത്തെ ജഡ്ജ് വി ഗിരി ആണ്. കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ എന്നാണ്. സത്യമേവ ജയതേ എന്നാണ് കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിനെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുന്നിലാണ്. ഗവർണറുടെ മുന്നിൽ അല്ല എങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുന്നിലും എന്ത് ചെയ്യാവുന്നതാണ്? ഹൈക്കോടതി ജഡ്ജിമാർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാവുന്നതാണ്. ഇവര് രാജിക്കത്ത് കൊടുക്കുന്നത് രാഷ്ട്രപതിക്കാണ്, പക്ഷെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന അതേ രീതിയിലാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത്. ഇവരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതും അപ്പോയിന്റ് ചെയ്യുന്നതും പ്രസിഡന്റ് ആണ്. പക്ഷേ ഒരു രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. നീക്കം ചെയ്യുന്നത് ചോദിച്ചാലും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ചോദിച്ചാലും നിയമിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാലും രാഷ്ട്രപതിക്കാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുന്നിലാണെന്നും ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏത്? ഇരവികുളം, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, ആനമുടി ചോല.
ആൻസർ ഈസ് ഓപ്ഷൻ ബി സൈലന്റ് വാലി ആണ്. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 1984 ഇന്ദിരാഗാന്ധി ആണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. ഇനി ഇത് ഇനാഗുറേറ്റ് ചെയ്തത് രാജീവ് ഗാന്ധി 1985 സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നു സൈലന്റ് വാലി. സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. താലൂക്ക് മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ദേശീയ ഉദ്യാനം ആണ് സൈലന്റ് വാലി. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ദേശീയ ഉദ്യാനം ആണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനം സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനം ആണ് സൈലന്റ് വാലി. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്ന് പരാമർശിക്കപ്പെടുന്നു. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്നുള്ള. ഇവിടെ കണ്ടുവരുന്ന ഗോത്ര വിഭാഗം ആണ് ഇരുളറും കുറുമ്പരും. സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങൾ ആണ് ഇരുളറും കുറുമ്പറും. ഇതിലൂടെ ഒഴുകുന്ന നദി ആണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. ഉത്ഭവിക്കുന്ന നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൂതപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണ്. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയ ഉദ്യാനം ആണ് മുക്കുറുത്തി ദേശീയ ഉദ്യാനം. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയ ഉദ്യാനം മുക്കുറുത്തി. ഇനി സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കി. വർഷം 2009 സൈലന്റ് വാലിയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2009. സൈലന്റ് വാലിയെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചു 1914 സൈലന്റ് വാലിയെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചത്. സൈലന്റ് വാലി ഏത് ബയോസ്ഫിയറിനകത്താണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലഗിരി ബയോസ്ഫിയർ റിസർവിനകത്താണ് സൈലന്റ് വാലി ഉൾപ്പെടുന്നത്. ഇതിനെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007 സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയ ഉദ്യാനം ആണ് സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ്. അതിന്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് ആണ്. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് ആണ്. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം. ഇത് സൈലന്റ് വാലിയിൽ മാത്രം ഉണ്ടാവാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം ആണ്. സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം ആണ്. വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം ആണ് കുല്ലീനിയ എക്സാറിലാറ്റ. കുല്ലീനിയ എക്സാറിലാറ്റ എന്നാണ് വെടിപ്ലാവുകളുടെ ശാസ്ത്രീയ നാമം. കുല്ലീനിയ എക്സാറിലാറ്റ. മക്കാക്ക സിലനസ് സിംഹവാലൻ കുരങ്ങ്. മക്കാക്ക സിലനസ് സിംഹവാലൻ കുരങ്ങ്. വെടിപ്ലാവ് കുല്ലീനിയ എക്സാറിലാറ്റ. സൈലന്റ് വാലി എന്ന് പേര് വരാൻ കാരണം ചീവിടുകൾ ഇല്ലാത്തതുകൊണ്ട്. ചീവിടില്ലാത്തത് കൊണ്ടാണ് ഇതിന് സൈലന്റ് വാലി എന്ന് പേര് വന്നത്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആണ് റോബർട്ട് റൈറ്റ്. റോബർട്ട് റൈറ്റ് ആണ് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനം? കേരളം, ആസാം, മേഘാലയ, ത്രിപുര. ആൻസർ ഈസ് ഓപ്ഷൻ സി മേഘാലയ ആണ്. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ആണ് മൗസിൻഡ്രാം. മേഘാലയയിലെ മൗസിൻഡ്രാമിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന് ആദ്യം വിശേഷണം ലഭിച്ച സ്ഥലം ചിറാപുഞ്ചി ആണ്. ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന് ആദ്യം വിശേഷണം ലഭിച്ച സ്ഥലം ചിറാപുഞ്ചി ആണ്. ചിറാപുഞ്ചിയുടെ പുതിയ പേര് ആണ് സൊഹ്റ. ചിറാപുഞ്ചിയുടെ പുതിയ പേര് ആണ് സൊഹ്റ. ചിറാപുഞ്ചി, മൗസിൻഡ്രാം എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഖാസി മലനിര.
ചിറാപുഞ്ചി, മൗസിൻഡ്രാം എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിര ഖാസി മലനിരയാണ്. ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആണ് മേഘാലയ. ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടി എന്ന് പറയുന്ന പ്രദേശത്താണ് കേരളത്തിലെ ചിറാപുഞ്ചി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വയനാട് ജില്ലയിലെ ലക്കിടി. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് കർണാടകയിലെ അഗുംബെ എന്ന് പറയുന്ന പ്രദേശം ആണ് ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി. കർണാടകയിലെ അഗുംബെ ആണ് ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി. താങ്ക്